തിരിച്ചു കൊടുക്കേണ്ടത് ഞാനല്ല എനിക്കറിയത്തില്ല. അതിനിപ്പോൾ ഒരു ചേച്ചി വിളിച്ചിട്ട് മോളെ തിരിച്ചു മോളെ ഇറക്കി വിട്ടോന്ന് ചോദിച്ച് കരയുന്നില്ല. എപ്പം ബഹ്റിൻ യാത്ര കഴിഞ്ഞ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ രേണു ചുധിയുടെ മുമ്പിലേക്ക് ചില ഓൺലൈൻ മീഡിയക്കാർ ക്യാമറയുമായി അങ്ങോട്ട് എത്തുന്നു. എന്നിട്ടൊരൊറ്റ ചോദ്യം, രേണു ചുധി എപ്പോഴാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ? ബിഷപ്പ് നോട്ടീസൊക്കെ അയച്ചെന്ന് കേട്ടല്ലോ. ഇവിടെ കുറച്ച് വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ രേണു ചുധി, വല്ലതും അറിഞ്ഞായിരുന്നോ? ഉടനെ രേണു ചുധി ഞാൻ ഭയങ്കര ബിസിയായിരുന്നു, വിവാദങ്ങളൊക്കെ ഞാനിങ്ങനെ കേട്ടു, പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടത് അത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ. നാം ബിസിയാണ്, നാം ഭയങ്കര ബിസിയാണ്. എനിക്ക് ലാലേട്ടൻ്റെ പടമുണ്ട്, മമ്മൂക്കയുടെ പടമുണ്ട്, പിന്നെ നമ്മുടെ ദുൽഖർ സൽമാന്റെ കുട്ടിയായിട്ട് ഞാനാണ് അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നത്. സോ ഞാൻ തിരക്കാണ്. ഈ ഒരു മോഡാണ് രേണു ചുധിക്ക്. പക്ഷെ രേണു ചുധി ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ. നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, പിടിച്ചിട്ടില്ല, നിങ്ങൾ ബിസിയാണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് രേണു ചുധി ഒന്ന് ആലോചിക്കുക. ഈ ബിസി ലൈഫൊക്കെ തുടങ്ങിയത് ദാ വീട്ടിൽ നിന്ന്, മനസ്സിലായോ? സുധിയുടെ പേരും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി. ഒരു ബിഷപ്പ് കുറച്ച് സ്ഥലം വീട് വെക്കാൻ കൊടുത്തു, അവിടെ ഒരു കൂട്ടായ്മ ഇടപെടുത്ത് ഒരു വീട് വെച്ച് കൊടുത്തു. അവിടെ താമസിച്ചുകൊണ്ട് ഒരു ഉളുപ്പും ഇല്ലാതെ വീട് വെച്ച് കൊടുത്തവരെയും ആ വീട് വെക്കാൻ സ്ഥലം കൊടുത്തവരെയും ഒക്കെ നല്ല കനത്തിൽ അങ്ങോട്ട് അവരാധിച്ചു. ഓക്കെ, മുലക്കച്ച കെട്ടിയിരിക്കുകയാണെന്ന് ബിഷപ്പ്. ആ ഒരു വർത്താനം വരെ വീണു നിന്റെ വായിന്ന്. ഒരു ഇച്ചിരി ഉളുപ്പുള്ള ഒരു മനുഷ്യനും പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് വീണ്ടും രേണു സുധി എന്ന ടോപ്പിക്സ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുന്നത്, നല്ല നാട്ടുകാർ വെച്ചോണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്യാനും 1-2 ആൾക്കാർ ഇറങ്ങുന്നുണ്ട് കേട്ടോ. എനിക്കറിയാൻ പാടില്ല, ഇച്ചിരി ഉളുപ്പുള്ള ആരെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങുകൂടെ? എന്താണെങ്കിലും നമുക്ക് രേണു വന്നിറങ്ങിയപ്പോൾ ഓൺലൈൻ മീഡിയക്കാരോട് പറയുന്ന മധുരമായ വാക്കുകൾ കേൾക്കാം, എന്നിട്ട് ബാക്കി. മറ്റേ ഭൂമി തിരിച്ചു കൊടുക്കണം പറഞ്ഞ അച്ഛനൊരു നോട്ട്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. തിരിച്ചു കൊടുക്കേണ്ടത് ഞാനല്ല എനിക്കറിയത്തില്ല. അതിനിപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല. ഇനിയിപ്പോൾ വന്നിട്ട് വേണം അതിനെപ്പറ്റി വിശദമായിട്ട് കേൾക്കാൻ. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സത്യമായിട്ട് പറഞ്ഞു. വിവാദം നടക്കുന്നത് അറിഞ്ഞില്ല. പക്ഷെ എന്താ സംഭവം എനിക്ക് വിവാദം നടക്കുന്നെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷെ അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും കേട്ടിട്ടില്ല. വിവാദം നടക്കുന്നെന്ന് കേട്ട്, പിന്നെ അതിനെപ്പറ്റി ഒന്നും കേട്ടിട്ടില്ല. എന്താ എവിടെങ്കിലും ഒരിടത്ത് നിൽക്ക് ചേച്ചി, പിന്നെ ഞാനല്ല അതൊന്നും ചെയ്തിട്ടുണ്ടെന്നോ? എനിക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ മക്കളുടെ പേരിലല്ലേ വീട്? കിച്ചു അവന് 18 വയസ്സ് കഴിഞ്ഞു, ഓക്കെ. ഇളയ ചെറുക്കൻ ചെറുതല്ലേ, അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മ എന്ന നിലയ്ക്ക് നിങ്ങളാണല്ലോ മുന്നിട്ട് ഇറങ്ങേണ്ടത്. അല്ലേ? രജിസ്റ്റേർഡ് ആയിട്ടാണ് വരുന്നത് നോട്ടീസ്, നിങ്ങളുടെ പേരിലായിരിക്കും, നിങ്ങളാണ് ഒപ്പിട്ട് കൈപ്പറ്റി മേടിക്കേണ്ടത്. എന്നിട്ട് വീഡിയോകൾ, പുള്ളിക്കെതിരെ ഇട്ട വീഡിയോകളൊക്കെ എവിടെയൊക്കെയാണോ കിടക്കുന്നത് എല്ലാം നിങ്ങൾ താത്തണം. പിടികിട്ടിയോ? എന്നിട്ട് പുള്ളിയോട് മാപ്പും പറഞ്ഞാൽ വീണ്ടും അവിടെ താമസിക്കാം, ഒരു ഉളുപ്പും ഇല്ലാതെ. ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ അങ്ങ് ഇറങ്ങി കൊടുക്കുക രേണു സുധി, മനസ്സിലായോ? രേണു സുധി ഇറങ്ങി കൊടുക്കുക, അത്രേ പറയുന്നുള്ളൂ. ആ പിള്ളേർക്ക് ആ പിള്ളേരും ആ ബിഷപ്പും കൂടെ സംസാരിച്ച് കഴിഞ്ഞാൽ ആ പിള്ളേരുടെ പേരിലെന്നോ ആ വീട് അവിടെ കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് അറിയത്തില്ല ആ പിള്ളേർക്ക് കൊടുത്ത വീടാണോ, ഒരിക്കലും തിരിച്ചെടുക്കുന്നത് ശരിയല്ല. പക്ഷേ ഈ രേണു ചുധി അവരിനി ആ വീട്ടിൽ താമസിക്കാൻ ഒരു തരത്തിലും അർഹയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ആ കിടക്കുന്ന സ്ഥലം കൊടുത്ത വ്യക്തിയെ തന്നെ ഇരുന്ന് അപരാധിച്ചുകൊണ്ടിരിക്കുക. ആ വ്യക്തിക്ക് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇനി എന്ത് ചെയ്യുമ്പോഴും ഒരു നിമിഷം ആലോചിക്കത്തില്ലേ? ഈ ഒരു സ്ത്രീ കാരണം ചിലപ്പോൾ നല്ലത് കിട്ടേണ്ട ആളുകൾക്ക് പോലും ചിലപ്പോൾ കിട്ടാതെ പോകും, ഇവരൊറ്റൊരാൾ കാരണം. ഈ കൊടുക്കാൻ നല്ലത് ചെയ്യാൻ വരുന്ന ആളുകൾ ഒന്നും മടിക്കും. ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ രേണു സുധിയെ പോലെ ആകുമോ എന്നുള്ളൊരു ചിന്ത. അവർ പറയുന്ന കണക്കിന് ഞങ്ങളെ വേറെ ആൾക്കാർ പറയുമോ എന്ന് ആരാണെങ്കിലും ഒന്ന് ചിന്തിച്ചു പോവുമില്ലേ? ബാക്കി ഇപ്പൊ വിളിച്ചതല്ല. ഞാൻ ഇറങ്ങിയ ഉടനെ ഒരു ചേച്ചി വിളിച്ചിട്ട് മോളെ ഇറക്കി വിട്ടോന്ന് ചോദിച്ച് കരയുന്നില്ല. എപ്പം ചേച്ചി എന്താ ഇതൊക്കെ വിശ്വസിക്കുന്നത്? പറഞ്ഞു തരുവേ കിച്ചു വരെ വിളിച്ചു. അമ്മ എത്തിയോന്ന് അവരുടെ എത്തിയോ ഒരു വിവാദം നടക്കാം. അമ്മ എന്തിനാ മൈൻഡ് ചെയ്ത് മൈൻഡ് ചെയ്യുന്നേ? പോകാൻ പറ ഇന്ന് കിച്ചു പറഞ്ഞല്ലേ, ഓക്കെ. പക്ഷെ രേണു സുധി, ഏത് ചേച്ചിയാ നിങ്ങളെ വിളിച്ചിട്ട് കരഞ്ഞത്? രേണു സുധി, അയ്യോ മോളെ നിന്നെ ഇറക്കി വിട്ടോ കിച്ചു വീട്ടിൽ നിന്ന് എന്ന് ഏത് ചേച്ചിയാ ചോദിച്ചത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അത്രയ്ക്കും ഭ്രാന്ത് പിടിച്ച ആൾക്കാരുണ്ടോ ഈ നാട്ടില്? അല്ല, ഉണ്ടോ? രേണു ചുധിയെ വിളിച്ചിട്ട് കരയാനും മാത്രം ഭ്രാന്തുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ? എനിക്ക് തോന്നുന്നില്ല.
അയ്യോ മോളെ നിന്നെ കിച്ചു ഇറക്കി വിട്ടോ. കിച്ചു എവിടുന്ന് ഇറക്കി വിടാനാ? അങ്ങനെ കിച്ചുവിനെ ഇറക്കി വിടാനൊന്നും പറ്റത്തില്ല. കിച്ചുവിന്റെ പേര് മാത്രമുള്ള വീടല്ല അത്. വിളിച്ച് നിന്ന് പറയുന്നു, നമുക്ക് അറിയത്തില്ല. അങ്ങനെ ആരെങ്കിലും കരണ്ടിട്ടുണ്ടെങ്കിൽ അവരോടാ. തീരെ ബോധമല്ലേ നിങ്ങൾക്ക്? അങ്ങനെ കിച്ചുവിനൊന്നും ഇറക്കി വിടാൻ പറ്റത്തില്ല. കാരണം ഇളയ ചെറുക്കൻ്റെയും കൂടെ പേരില്ല. പിടികിട്ടിയോ? അവൻ്റെ അമ്മയാ. അതുകൊണ്ട് ഇറക്കി വിടാൻ പറ്റത്തില്ല പിള്ളേർക്ക്. ഓക്കെ, ആ സ്ഥലം കൊടുത്ത അച്ഛന് വേണമെങ്കിൽ അത് തിരിച്ചെടുക്കാം. എനിക്ക് അറിയത്തില്ല നിയമപരമായിട്ട് അതിന് എന്തോരം സ്കോപ്പ് ഉണ്ടെന്ന്. ഇനി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട. ഇത്രയൊക്കെ പറഞ്ഞ രേണുസുതി ഇച്ചിരി ഉരുപ്പുണ്ടെങ്കിൽ രേണുസുതി ഇറങ്ങി കൊടുക്കണം. അത്രേ ഞാൻ പറയത്തുള്ളൂ. ഇച്ചിരി ഉരുപ്പുണ്ടെങ്കിൽ ഇറങ്ങി കൊടുക്കണം. ഇനിയും രേണുസുതിയെ സപ്പോർട്ട് ചെയ്ത് 1-2 ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അതിൽ രേണുസുതിയുടെ ഒരു സുഹൃത്തുണ്ട്. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്നിട്ട് ബിഷപ്പിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരി തീരുമാനം ഉണ്ടാക്കൂ. കാരണം ഓരോരുത്തരുടെ ചാനലിലും എല്ലാവരും സ്വയം പുകഴ്ത്തുകയാണ്. ശരി, ഓക്കെ, നമുക്ക് രണ്ടാമത്തത് നമ്മുടെ രേണുവിന്റെ വീടാണ്. ഇപ്പൊ രേണുവിന്റെ വീട് ഞാൻ പറഞ്ഞതുപോലെ തിരിച്ചെടുക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഇവർ കുറച്ച് നോട്ടീസ്, പേപ്പർ, അതിൻ്റെതൊക്കെ ഇവർ വ്ളോഗേഴ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അതല്ലാതെ ലീഗലി രേണുവിന്റെ കുടുംബത്തിനോ ഇതുവരെ അതിന്റെ വേറെ ഒരു ഫോൺ കോളോ അതല്ലെങ്കിൽ വേറെ പേപ്പേഴ്സ് കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പൊണ്ണ് കൂട്ടുകാരി, രേണുസുതി വന്ന് ഇറങ്ങിയതേ ഉള്ളു ബഹ്റിനിൽ നിന്ന്. മനസ്സിലായോ? രേണുസുതിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും കൂടെ തള്ളിക്കൊടുക്കാനായിട്ട് ഇത് പഴം മുഴുങ്ങിയതല്ല. ഓക്കെ, വക്കീൽ നോട്ടീസാ, രജിസ്റ്റേർഡാ. രേണുസുതി വന്ന് കൈ പറ്റണം, ഒപ്പിട്ട്. പിടികിട്ടിയോ? അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലേ? രേണുസുതി വന്നല്ലേ ഉള്ളൂ, ഇന്നലെ എങ്ങാണ്ട് എത്തിയതേ ഉള്ളൂ. മനസ്സിലായോ? മേടിച്ചോളും, കയ്യിലോട്ട് വന്നോളും, എത്തിക്കും. അപ്പോൾ ഒപ്പിട്ട് മേടിക്കും. എന്നിട്ട് വായും പൊളിച്ച് മേപ്പോട്ട് നോക്കി അയ്യോ ഇരിക്കാൻ. മനസ്സിലായോ? അല്ലാതെ വിവരക്കേട് വിളിച്ച് പറയില്ലേ കൂട്ടുകാരി. രേണുവിൻ്റെ കുടുംബത്തിൽ ഉള്ള എല്ലാവർക്കും കൂടെ, രേണുവിൻ്റെ തങ്കൻ മാമനും പിന്നെ വീട്ടിലുള്ള അമ്മയ്ക്കും പിന്നെ ഇപ്പം അനിയത്തി, അവരെ ചേച്ചിയുടെ ഭർത്താവ്, അവർക്കൊന്നും ഒപ്പിട്ട് മേടിക്കാൻ പറ്റൂലടേ. മനസ്സിലാക്കണം കേട്ടാ, വന്നിരുന്ന് ഡയലോഗ് അടിക്കുന്നതിന് മുമ്പ്. ബാക്കി അവര് അതിന്റെ വഴിക്ക് എന്താണ് എന്നുള്ളത് അവരത് മൂവ് ചെയ്യും എന്നുള്ളതാണ്. അതല്ലാതെ ഇപ്പൊ അവർക്ക് അതിന് ലീഗലായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടാത്ത സ്ഥിതിക്ക് അവരിതിനു വേണ്ടി പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ പ്രതികരിക്കുക അല്ലെങ്കിൽ അവരിന് എന്ത് ചെയ്യും അങ്ങനത്തെ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കരഞ്ഞു മേടിക്കേണ്ട ആവശ്യം അവർക്കില്ല. അതുകൊണ്ടാണ് അവരതിൽ പ്രതികരിക്കാത്തത്. ഇനി അവർക്കതിൽ എന്തെങ്കിലും ലീഗലായിട്ട് കിട്ടുവാണെങ്കിൽ അതിനുശേഷം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് അറിയിക്കുന്നതാണ്. പിന്നെ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന രേണുവിന്റെ പേരിൽ അല്ല ഇവർ ഈ വസ്തു കൊടുത്തിട്ടുള്ളത്. ഈ വസ്തു കൊടുത്തിട്ടുള്ളത് കിച്ചുവിന്റെയും ഋതപ്പന്റെയും പേരിലാണ്. അപ്പോൾ നമ്മളൊരു നല്ല കാര്യം ചെയ്തതിനു ശേഷം, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയ ഒരു ഫിഷക്കാരന് ഞാൻ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ പോയ ഭിക്ഷക്കാരന്റെ കഥ കേൾക്കാമേ. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ചേച്ചി ലാസ്റ്റ് പറഞ്ഞത് കൊണ്ടാണ്. രേണുസുതിയുടെ പേരിലല്ല കൊടുത്തിരിക്കുന്നത്, ഋതപ്പന്റെയും കിച്ചുവിന്റെയും പേര് തന്നെയാണ്. കിച്ചുവിന് വേണമെങ്കിൽ വക്കീൽ നോട്ടീസ് അയക്കാം, ഋതപ്പന് അയക്കാൻ പറ്റത്തില്ല. ഋതപ്പന്റെ അമ്മയ്ക്കേ അയക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് രേണുസുതിക്ക് അയച്ചേക്കുന്നത് രജിസ്റ്റേർഡ് പോസ്റ്റ്. ഓക്കെ, അത് മനസ്സിലാകണം കൂട്ടുകാരി നിങ്ങൾ. ഓക്കെ, പിന്നെ ഈ രേണുവിൻ്റെ ഫാമിലി വന്ന് കഥ പറയാനോ രേണു കഥ പറയാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ഇച്ചിരി ഉളുപ്പ്. രേണു പറഞ്ഞതല്ല എല്ലാവരും കേട്ടതാ ആ പള്ളിയിലെ ആ ബിഷപ്പിനെ പറ്റി. മനസ്സിലായോ? അതുകൊണ്ട് അയ്യോ ഞങ്ങളെ ഇറക്കി വിട്ടേ, ഞങ്ങൾ ഇനി എവിടെ പോകുമേ, എനിക്ക് കിട്ടുന്ന കോലികൾ കൊണ്ട് ഞാൻ വാടക വീട്ടിലോട്ട് പോവാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പറയാൻ നിൽക്കണ്ട. മിണ്ടാതെ അങ്ങ് ഇറങ്ങിക്കൊടുത്താൽ ഇച്ചിരിയെങ്കിലും ഉളുപ്പ് നിങ്ങൾക്കുണ്ടെന്ന് നമ്മൾ പറയാൻ വിട്ടിരുന്നു. ഞാൻ പറയാം അടുത്ത വീഡിയോയിൽ. ഓക്കെ, രേണുസുതി അത്യാവശ്യം ഉളുപ്പും മാനമൊക്കെ ഉള്ള ആളാ, ഇറങ്ങിക്കൊടുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വന്നിരുന്ന് കഥ പറഞ്ഞാൽ ഉള്ള വിലയും കൂടെ പോത്തേ ഉള്ളൂ. ഉച്ചിക്കും നാട്ടുകാർ ഇല്ലേ? ബാക്കി ഇനി പിച്ചക്കാരൻ്റെ കഥ കൂട്ടുകാരി പറയുന്നത് കേൾക്കാം. എന്താന്ന് ഇങ്ങോട്ട് വിളിച്ച് എന്റെ കയ്യിൽ നിന്നും ഒരു 10 രൂപ കൊടുത്തതിന് ശേഷം അവൻ കുറച്ചൊന്ന് ദൂരെ അകലെ നടന്നു പോയതിനു ശേഷം ഞാൻ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ തന്ന 10 രൂപ ഇങ്ങനെ താന്ന് ചോദിച്ചിട്ട് ഞാൻ ആ പൈസ അവന്റെ നിന്ന് വാങ്ങുന്ന അവസ്ഥയാണ് ശരിക്കും ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഇതില് ഈ കിച്ചുവിനും ഋതപ്പനും കൊടുത്ത വസ്തു അത് തെറ്റായി പോയി, അല്ലെങ്കിൽ ബിഷപ്പിനെ അത് തിരിച്ചെടുക്കണം എന്നുള്ളത് ബിഷപ്പിന്റെ ആഗ്രഹമാണെങ്കിൽ തിരിച്ചെടുക്കട്ടെ. അതിന് ഈ പറഞ്ഞ രേണു വന്ന് തലത്തല്ലി അടിക്കുകയോ അല്ലെങ്കിൽ വാവിട്ട് നെഞ്ചടിച്ച് കരയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കുക,
അത് ചിലപ്പോൾ മേ ബി അവര് പിന്നീടുള്ള അത് എന്ത് തന്നെ ആയാലും ബാക്കി ദൈവത്തിന് അങ്ങനെ വിട്ടുകൊടുക്കുക. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാനും ചെയ്യാറുണ്ട് ആളുകൾക്ക്. പക്ഷെ ചെയ്തു കൊടുത്തതിന് ശേഷം അതിന്റെ പിറകെ ഇങ്ങനെ കിടന്ന് അലമുറയിട്ട് കരയാനായിട്ട് പോയിട്ടില്ല, അതിന്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ വരുന്ന നെഗറ്റീവ് ആയിക്കോട്ടെ, ഇനി അതല്ല പോസിറ്റീവ് ആയിക്കോട്ടെ, അത് എന്ത് തന്നെയാലും അത് ദൈവവും അവരും തമ്മിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയും ഇവരിനി ഈ വസ്തു തിരിച്ചെടുക്കുവാണെങ്കിലും ഈ പറഞ്ഞ രേണുവിനെ ഇവർ എടുക്കട്ടെ. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കൊട്ടടിച്ച് ഘോഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞതുപോലെ അവരൊരു സാധനം കൊടുത്ത് ശരി. റേണുവിന്റെ കൂട്ടുകാരി ഭിക്ഷക്കാരന് ഞാനൊരു 10 കൊടുത്തു. ഒരു 10 മീറ്റർ കഴിഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നോക്കിയിട്ട് തന്തയ്ക്ക് വിളിച്ച എടാ പുന്നാര മോനെ ഇവിടെ വാടാ എന്നും പറഞ്ഞ് ഞാൻ വിളിച്ചിട്ട് ആ 10 രൂപ തിരിച്ചെടുക്കത്തേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ. ചില പിച്ചക്കാരങ്ങനെയാണ്, നമ്മുടെ കയ്യിൽ കാശ് മേടിക്കും, കുറച്ചങ്ങോട്ട് നടന്നു കഴിയുമ്പോഴത്തേക്ക് തിരിഞ്ഞു ചെന്ന് തുപ്പും. അങ്ങനെ തുപ്പുന്നവരെ അവിടെ ചെന്ന്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് വിളിച്ച് വരുത്തിട്ട് ചെകിടം നോക്കി ഒരെണ്ണം പൊട്ടിച്ചിട്ട് ആ പൈസ എങ്കിൽ മേടിക്കും. അതാണ് ബിഷപ്പ് ഇപ്പം ചെയ്തത്. മനസ്സിലായോ കൂട്ടുകാരിക്ക്? ചുമ്മാ പുള്ളി അപരാധിക്കാൻ കയറിയിരുന്നത് ഇങ്ങടെ രേണുസുതി തന്നെയാണ്. തുടക്കത്തിലോട്ട് വീണ്ടും പോകണം. ആ വീടിനെ പറ്റി കുറ്റം, എല്ലാത്തിനെ പറ്റിയും കുറ്റം. സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കാശിറക്കി അങ്ങോട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, പറ്റത്തില്ല. സോഷ്യൽ മീഡിയ ഇരുന്ന് അപരാധിച്ചു. എല്ലാം പോരാനായിട്ട് ഈ കഴിഞ്ഞ ദിവസം എന്തൊക്കെയാ ബിഷപ്പിനെ പറ്റി പറഞ്ഞത്? എന്നിട്ട് പുള്ളി തിരിച്ച് സ്ഥലം എടുക്കുമ്പോൾ മാത്രം നിനക്കൊക്കെ അങ്ങ് പോണ അല്ലയോ? അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? നിന്നെപ്പോലുള്ള തന്നെ രേണുവിൻ്റെ ഉള്ള വേറൊരു കൂട്ടുകാരി യൂട്യൂബർ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാ. കൂടെ ഇരുന്നുകൊണ്ട് അങ്ങ് സപ്പോർട്ട്, അയ്യോ തുന്തരി വാവാന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും. മാറി ഇരുന്നിട്ട് വേറെ ഒരാളോട് ചെന്നിരുന്നിട്ട് അവള് ശരിയൊന്നും അല്ല കേട്ടോ, അവളെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ റീച്ചിന് ഈ ഒരു മൂഡ് ആ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും. അല്ലാതെ ബോധമുള്ള ഒരാളും ഈ ഐറ്റത്തിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. ബോധമുള്ള ഒരാളും ചെല്ലത്തില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ബോധമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിന് മുമ്പും പലതവണ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് രേണുവിൻ്റെ സംസാര രീതിയൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇല്ല, വീണ്ടും ചങ്കരൻ തെങ്ങേ തന്നെ അപരാധവും കൊണ്ട് ഇറങ്ങി സോഷ്യൽ മീഡിയയിലോട്ട്. അപരാധിക്കുക ഇൻ ദ സെൻസ് ഒരു ബിഷപ്പിനെയൊക്കെ ഇരുന്ന് എന്തിൻ്റെ കാര്യം ഈ സ്ത്രീക്ക്? പോട്ടെ, ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അതാ പറയുന്നത്, ഒന്നിനും കാത്തു നിൽക്കണ്ട, പെട്ടി പ്രമാണം എടുത്ത് വിട്ടേക്കുക. പെട്ടി പ്രമാണം എടുക്കണ്ട കേട്ടോ, വീടിൻ്റെ പ്രമാണം അവിടെ ഇരുന്നോട്ടെ. പെട്ടിയും കുട്ടിയൊക്കെ എടുത്തുകൊണ്ട് വിട്ടേക്കുക. അതാണ് ചെയ്യേണ്ടത് രേണുവിന്. ഇത്രയും മാണവും മര്യാദയൊക്കെ ഉണ്ടെങ്കിൽ. ഇനി ബിഷപ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതൊക്കെ ഒന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി. ഭൂമിയിൽ സർക്കാരിന്റെ ലൈഫ് പദ്ധതി പ്രകാരം ഇപ്പോൾ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ്റെ കുടുംബത്തിന് 7 സെന്റ് ഭൂമി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ എൻ്റെ കുടുംബസ്വത്തിൽ നിന്നും 8 കുടുംബങ്ങൾക്കും തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിന് 13-ാം വാർഡിൽ ഇവിടെ ഒരു അംഗൻവാടി ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം മാനിച്ച് ഇവിടുത്തെ ഒരു അംഗൻവാടിക്കുമായിട്ട് 2 വർഷം മുമ്പ് തന്നെ വസ്തു എൻ്റെ കയ്യിലെ പണം മുടക്കി അവർക്ക് എഴുതി നൽകിയിരുന്നു. പക്ഷേ കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ രേണുചുതിക്ക് മാത്രമല്ല ബിഷപ്പ് കൊടുത്തിരിക്കുന്നത് സ്ഥലമൊന്നും അങ്ങ് റീച്ച് ഉണ്ടാവാൻ വേണ്ടി. അതല്ലാതെയും അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയും വേറെ ഏതെങ്കിലും ഒരു കാലത്ത് വേറെ ആരെങ്കിലും ഇദ്ദേഹത്തിനെതിരെ വരട്ടെ, അപ്പം നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, രേണുചുതി പറഞ്ഞതിനകത്ത് എന്തൊക്കെയോ കാര്യമുണ്ടെന്ന്. അതല്ലാതെ ഒരു കാരണവശാലും ഈ ബിഷപ്പിനെ കുറ്റം പറയാൻ എനിക്ക് പറ്റുന്നില്ല. കയ്യിരിപ്പിൻ്റെ തന്നെയാണ് രേണുസുതി മേടിച്ച് കൂട്ടുന്നതൊക്കെ. കുറച്ചും കൂടെ കലാകാരനായിരുന്ന കൊല്ലം സുധിര ആകസ്മികമായിട്ടുള്ളൊരു വേർപാടിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് വസ്തു നൽകിയതിന് ശേഷമാണ് സൈബർ ബുള്ളിങ്ങിലൂടെ മറ്റുള്ളവർ എനിക്ക് വിരോധമായിട്ട് ധാരാളമായി പറയുവാനിടയായത്. എന്നാൽ അതിലുപരിയായിട്ട് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട പല ഒരു കാര്യം മാത്രം സന്തോഷം, വേറൊന്നുമല്ല. രേണുസുതി കാരണം സൈബർ അറ്റാക്കും പരിപാടികളും ഒക്കെ ഒരുപാട് കിട്ടിയിട്ടും അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യാൻ വീണ്ടും ചെല്ലുന്നുണ്ടല്ലോ മുന്നോട്ട്. അത് വലിയൊരു കാര്യം. സാധാരണ ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്ന് മടിക്കും, പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ. കാരണം ചെയ്തു കൊടുത്താൽ വീണ്ടും പണിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യത്തില്ല, ഇല്ലേ? നമ്മളാരും ചെയ്യത്തില്ല. പക്ഷെ അവിടെ ഒരു മാതൃകയാവുകയാണ് ആ ബിഷപ്പ്. അദ്ദേഹം വീണ്ടും നല്ല കാര്യങ്ങൾക്ക് പോകുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാലോ, രേണുചുതി പറ്റുമെങ്കിൽ ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ ഇറങ്ങിക്കൊടുക്കുക. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങളുടെ നല്ലതിന് അതാണ് നിങ്ങൾക്ക് നല്ലത്. പിടികിട്ടിയോ?
അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഒരു വാടക വീട്ടിലോട്ട് മാറുക, എന്നിട്ട് പിന്നെ ഏതെങ്കിലും കാലത്ത് നല്ലൊരു വീട് വെച്ചാൽ മതി. നിങ്ങൾക്ക് ആ പിള്ളേർക്ക് വേണ്ടി ഒരു വീട് അതവിടെ കിടന്നോട്ടെ. ഇടയ്ക്കിടയ്ക്ക് കിച്ചു വന്ന് നോക്കുമോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യട്ടെ. എന്നിട്ട് ആ പിള്ളേർ ഇളയ ചെറുക്കനോടെ വലുതാവുന്ന സമയത്ത് അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് ചെയ്യട്ടെ. മനസ്സിലായോ? രേണുസുധിയും കുടുംബവും കൂടെ അതിനകത്ത് കയറി അങ്ങോട്ട് മറിയുന്നതും പോരാഞ്ഞിട്ട് കൊടുത്തവൻ്റെ ആ ഒരു പരിപാടി ശരിയല്ല രേണുസുധി. പിന്നെ കൈ പറ്റിക്കോ കേട്ടോ, രജിസ്റ്റേർഡ് ആയിട്ട് വരുമായിരിക്കും, കൈ പറ്റിയാൽ മതി. പറ്റുമെങ്കിൽ ആ വീഡിയോ ഒക്കെ മുക്ക്, എന്നിട്ട് വീണ്ടും അവിടെ താമസിക്കും, എന്നാലേ അവിടെ താമസിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അത് വേണ്ട എങ്കിൽ പോലും ഇച്ചിരി ഉളുപ്പുള്ളൊരു വ്യക്തി ചെയ്യും അത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.